ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ്. തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് അതേ കപ്പിൽ തന്നെ, അതായത് 250 ml കപ്പിൽ തന്നെ 1.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര ഇപ്പം നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇപ്പം നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ചൂടായ നെയ്യിലേക്ക് നമുക്കിത്തിരി നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സ് ഇവിടെ എടുത്തിട്ടുള്ളത് ബദാമും കാഷ്നട്ടുമാണ്. ഇതിന് പ്രത്യേകിച്ചൊരു അളവില്ല എന്ന് പറയാൻ കാരണം നമ്മുടെ കയ്യിൽ എത്രയാണോ അത്ര നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ആഡ് ചെയ്ത് കൊടുത്തതിൽ കൂടുതലും ചെയ്യാം. ഇതിൽ കുറവാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോവാത്ത രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ ഇവിടെ ഒരു 2 മിനിറ്റ് ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. വീണ്ടും നമ്മൾ അതേ പാൻ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ചൂടായ നെയ്യിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ നമ്മൾ അവിലെടുത്തിട്ടുണ്ട്. അവിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അവിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒന്ന് ക്രിസ്പിയായി വരുമല്ലോ, ആ ഒരു സമയം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക. ഇതിപ്പം നന്നായിട്ട് തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട്, ക്രിസ്പിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ശർക്കരപ്പാനി ഉണ്ടല്ലോ, അതൊന്ന് ഒരു സ്ട്രെയിനറിൽ വെച്ച് അരിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അരിച്ചിട്ട് തന്നെ എടുക്കണം കേട്ടോ, കരടുണ്ടാവും. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്കൊന്ന് മാറ്റുകയാണ്. 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കസ്കസ്, 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി, 1/4 കപ്പ് പാൽപ്പൊടി. അവസാനം നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച തേങ്ങയും നട്ട്സും ഉണ്ടല്ലോ, ഇത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അവർ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. അവർ വെച്ചിട്ട് നമ്മൾ വേറെയും റെസിപ്പികൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ നല്ല ഫീഡ്ബാക്ക് തന്നെയാണ് തന്നിട്ടുള്ളത്. ഇതും അതുപോലെ തന്നെയാണ്, സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിലൊക്കെ വീട്ടിലുള്ള അവരെടുത്തിട്ട് പെട്ടെന്ന് ഈ ഒരു രീതിയിലൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് കാരണം നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കാൻ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ സാധാരണത്തെ പോലെ തന്നെ നമ്മൾ അവൽ നനച്ച് കൊടുക്കുമല്ലോ, അവൽ കുഴച്ച് കൊടുക്കുക എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ നമുക്കൊരു ഗസ്റ്റ് വന്നാലും കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്, വെറുതെ പറയല്ല. നിങ്ങൾ റെഡിയാക്കി കഴിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടെ ഒന്ന് കമൻറ്റ്സ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.